നമസ്കാരം. എല്ലാവർക്കും ഷാ വിഷിൻ്റെയും മൊയ്തീൻ ഷായുടെയും അഭിനന്ദനങ്ങളും ആശംസിച്ചു. അമേരിക്കയിലെ 39ാമത് പ്രസിഡൻ്റായിരുന്ന ജിമ്മി കാർട്ടർ 101ാമത്തെ വയസ്സിൽ ഇഹലോകവാസം വെടിഞ്ഞു. ആ ആത്മാവിന് നിത്യശാന്തി നേർന്നുകൊള്ളട്ടെ. നിങ്ങൾക്കറിയോ, കെയർഫെഡ് ഒരു സ്ഥാപനമുണ്ടല്ലോ ഇന്ത്യയിൽ, കേരളത്തിൽ. അത് കൊച്ചിക്കാരൻ ജമാൽ കൊച്ചങ്ങാടി എന്ന എഴുത്തുകാരൻ്റെ ഫാദർ സൈനുദ്ദീൻ നയന അവരുകളാണ് തുടങ്ങിയെന്നറിയാവോ? എത്ര പേർക്കറിയാതെ? ഇന്ന് കെയർഫെഡ് വലിയ സ്ഥാപനമാണ്, ഗവൺമെൻറ് വലിയ. ഏതായാലും അതിന് ശ്രമം നടത്തിയ ആ മാന്യ വ്യക്തിയുടെ ആത്മാവിനും നമ്മൾ നിത്യശാന്തി ഒരിക്കലും നേർന്നുകൊള്ളും. ബഹുമാന്യരെ, നമ്മുടെ പ്രിയങ്കരിയായ ഉമ തോമസ്, ഡോക്ടർ കുറിപ്പൊക്കെ പറയുന്നത് വിഷയമൊന്നും ഇല്ല എന്നാണ്. ഒരു വിഷയവും ഇല്ലാതെ എത്രയും പെട്ടെന്ന് സുഖം പ്രാപിക്കട്ടെ എന്ന് തന്നെയാണ് ഞങ്ങളുടെയും പ്രാർത്ഥന. പക്ഷേ അതെന്തുമാത്രം സത്യമുണ്ടെന്നും ഉമ്മയെ സ്നേഹിക്കുന്നവർ, ഭരണകക്ഷിയായാലും പ്രതിപക്ഷമായാലും, കണ്ണിൽ എണ്ണ ഒഴിച്ച് കാത്തിരിക്കേണ്ട നിമിഷങ്ങളാണ് കടന്നു പോകുന്നതെന്നും ആദ്യമായിട്ട് ബന്ധപ്പെട്ട ആൾക്കാരെ വളരെ സ്നേഹപൂർവ്വം, വളരെ കർശനമായി ഓർമ്മപ്പെടുത്തുക. കരാവധി അബോധാവസ്ഥയിലാണ്. എത്ര വലിയ ആളാണെങ്കിലും MLA ആണെങ്കിലും എന്താണെങ്കിലും ആ ബോധമില്ലാതെ ചെയ്യില്ല. അപ്പോൾ അവർക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അവരെ സ്നേഹിക്കുന്ന ഇടത് വലത് മുന്നണികൾ അല്ലെങ്കിൽ BJP മുന്നണിയിൽപ്പെട്ട എല്ലാ സുഹൃത്തുക്കളും കണ്ണിലെണ്ണ വെച്ച് കാത്തിരിക്കണം ഓരോ നിമിഷവും എന്ന് വിനീതമായി അഭ്യർത്ഥിക്കുകയാണ്, അറിയിക്കുകയാണ്. ഇവിടെ പണമാണ് എല്ലാത്തിനും. നീതിയോ ഒന്നുമല്ല നടക്കുന്നത്, വെറും പണത്തിൻ്റെ അല്ലെങ്കിൽ ആധിപത്യത്തിൻ്റെ പേരിലാണ്. ഒട്ടും വ്യത്യസ്തമല്ല പിണറായി സർക്കാർ, ഇടതുപക്ഷ സർക്കാർ. യാതൊരു മാന്യതക്കും യുക്തിക്കും സ്ഥാനമില്ല. പാർട്ടി താല്പര്യം മാത്രം. അത് പിണറായി സഖാവ് താല്പര്യം മാത്രം. പാർട്ടിയുടെ താല്പര്യം എന്ന് പറയാൻ പറ്റില്ല, പിണറായി സഖാവ് താല്പര്യം. നിങ്ങളോട് ചിന്തിക്കാൻ വേണ്ടി പറയാണ്. ഞാനൊക്കെ രാഷ്ട്രീയ പ്രവർത്തനമാണ്. ഒരു കൊച്ചു പാർട്ടിയാണ്. ഇപ്പോൾ അതിനും വലിയ പാർട്ടിയിലൊക്കെ ആയിരുന്നു. ഇപ്പോൾ കൊച്ചു പാർട്ടി ഞങ്ങളുടെ കൂടി എന്നൊക്കെ 10-15 പേരൊക്കെ ഉണ്ടാവുള്ളൂ ഒരു കമ്മിറ്റിയൊക്കെ വിളിക്കുമ്പോൾ സാധാരണഗതി. അങ്ങനെ ചെയ്യുന്ന കമ്മിറ്റികളിൽ സ്പെഷ്യൽ ബ്രാഞ്ച് വന്ന് എത്രയോ രഹസ്യ അന്വേഷിച്ച് ഡീറ്റെയിൽ ചോദിച്ച് എന്തൊക്കെയാണ്, എങ്ങനെയൊക്കെയാണ് പരിപാടി, ആരൊക്കെ വരും, എന്തൊക്കെ സുരക്ഷ വേണമെന്ന് പറഞ്ഞ് അത് അപ്പോൾ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റ് അറിയിക്കും. അതാണ് അവരുടെ ചുമതല. അങ്ങനെയെങ്കിൽ ഒരുപക്ഷെ 50,000 പേര് എന്ന് പറഞ്ഞാൽ ഇൻ്റർനാഷണൽ എയർപോർട്ട് സ്റ്റേഡിയത്തിൽ ഉൾക്കൊള്ളാവുന്ന മാക്സിമം കപ്പാസിറ്റിയാണ് 50,000 പേര്. ഞാൻ ആ സ്റ്റേഡിയം യൂസേജ് ഫോറത്തിൻ്റെ പ്രസിഡന്റ് കൂടിയാണ്, അതുകൊണ്ടാണ് പറയുന്നത്. 50,000 പേര് പങ്കെടുത്തു എന്ന് പറഞ്ഞ അനുഭാവികളും സംഘാടകരും മറ്റ് അതിൽ അഭിനയിക്കുന്ന അല്ലെങ്കിൽ കലാകാരന്മാരെല്ലാം ചേർന്ന് ഏതാണ്ട് 50,000 പേര്. അത്രയും പേര് സംഘടിക്കാൻ സാധ്യതയുണ്ടെന്ന് സ്പെഷ്യൽ ബ്രാഞ്ച് റിപ്പോർട്ട് നമ്മുടെ പോലീസ് അറിയിച്ചിട്ട് പോലീസ് എന്ത് നടപടിയാണ് അല്ലെങ്കിൽ എന്ത് മുൻകരുതലുകളാണ് സ്വീകരിച്ചത്? മന്ത്രിമാരുൾപ്പെടെ MLA ലോക ജനതയുണ്ട്. ഇന്ത്യയിലെ പല സ്റ്റേറ്റ് ജനതയുണ്ട്. വെറും ഈ നാടൻ ആൾക്കാർ മാത്രമല്ല, ലോകത്തിലെ 100 കണക്കിന് രാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധികൾ, ഇന്ത്യയിലെ പല സംസ്ഥാന പ്രതിനിധികൾ കേരളത്തിലത്. എന്നിട്ട് ഒരാൾക്കൂട്ടത്തെ എങ്ങനെയാണ് നിയന്ത്രിക്കേണ്ടത്, എങ്ങനെ എന്തെല്ലാം പരിഹാരം വേണമെന്നൊക്കെ ഉള്ളത് അത് മാഡത്തിൻ്റെ, പ്രത്യേകിച്ച് സ്ത്രീ ആയതുകൊണ്ട് മാഡത്തിന് സുരക്ഷ അവർക്കറിയാം. MLA രാഷ്ട്രീയക്കാരനാണ്, അവർക്ക് എല്ലാം അറിയണമെന്നില്ല. പോലീസ് അറിയണമല്ലോ. തന്നെയുമല്ല, ഒരു സദസ്സിൽ ചെന്നാൽ ഞങ്ങൾക്ക് മനസ്സിലാക്കിയിരിക്കുന്നത് തെറ്റാണ്, തിരുത്താം നിങ്ങൾക്ക്. ആ MLA ചെന്ന് ആ യോഗസ്ഥലത്ത് ഇരിക്കുന്നവരെയും അവരെ പിന്തുടർന്ന് പോകാം എന്നാണിക്കൊണ്ട്. ആ സ്റ്റേജിൽ ഇരിക്കാൻ പറ്റില്ല, ഓക്കെ, സമ്മതി. അവർ ഇരുന്ന് സുരക്ഷിതമാണ് മനസ്സിലാക്കി അവിടുന്ന് പതുക്കെ പുറത്തേക്ക് ഇറങ്ങാം. അങ്ങനെ വല്ലതും പോയിരുന്നു. ഇതിൻ്റെ പുറകിൽ എന്തെങ്കിലും ഗൂഢാലോചനയുണ്ടോ?
അല്ലെങ്കിൽ എന്തെങ്കിലും രാഷ്ട്രീയ പ്രേരിതമായിട്ടുള്ള തട്ടിപ്പുകളുണ്ടോ, വ്യാപാരമായിട്ട് തട്ടിപ്പുണ്ടോ? ഇതൊക്കെ വിശദമായി അന്വേഷണം നടത്തണം, കുറ്റക്കാരെ ശിക്ഷിക്കണം. ഇതിപ്പോൾ ഇന്നൊരു ചാനൽ പറഞ്ഞവരെ ആ പന്തിൽ കെട്ടിയിട്ട് വടക്കേ ഇന്ത്യക്കാർ വിട്ടാണെങ്കിൽ ആ തൊഴിലാളികളുടെ പേരിൽ കേസെടുത്ത് തടി വെട്ടാക്കി നോക്കിയാൽ അത് ശരിയാണോ? ഏറ്റവും വലിയ കാര്യം 2 പ്രബല പ്രസ്ഥാനങ്ങളാണ് അവർക്ക് അത് സ്പോൺസർ ചെയ്തിരിക്കുന്നത്. ഒന്ന് ജോയി ആലുക്കാസും, ഒന്ന് കല്യാൺ സിൽക്കും. ഇവർ നിസ്സാരക്കാരല്ല, ഇവർക്ക് നിയമം അറിയാവുന്ന ഗ്യാങ് അവരുടെ കയ്യിലുണ്ട്. അപ്പം അവർ സ്പോൺസർ ചെയ്യുന്ന കോടികൾ മുടക്കുന്ന ഈ പരിപാടിക്ക് അവർ എന്ത് സുരക്ഷിതത്വം ഒരുക്കിയിട്ടുണ്ട്, അല്ലെങ്കിൽ അതിനെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ട്? ഇതൊക്കെ ചിന്തിക്കേണ്ട കാര്യമാണ്. ഇന്ന് റൂമിയാണ്, നാളെ വേറൊരാളാണെങ്കിലോ. തന്നെയുമല്ല, ഒരു വ്യക്തിയാണ് ഒരു പ്രശ്നം പോട്ടെ ഒരു ഗ്യാങ്ങിനാണ് സംഭവിച്ചെങ്കിലോ, ആ തട്ടിക്കൂട്ടി സ്റ്റേജ് തകർന്ന് താഴുകയാണെങ്കിലോ, ആൾക്കൂട്ടം വയലൻ്റ് ആകുമ്പോൾ രക്ഷപ്പെടാൻ വേണ്ടി ചാടി ഇറങ്ങും. ആ തിരക്കിൽപ്പെട്ട് എത്ര ആയിരം മരിക്കായിരുന്നു. നിങ്ങൾ വെറുതെയൊക്കെ ഫുട്ബോൾ കളിക്കട്ടില്ലേ? അതായത് ഇന്നിപ്പോൾ ഇൻ്റർനാഷണൽ സ്റ്റേഡിയത്തിന് സാങ്ഷൻ ഉണ്ട്. അതിൽ കുറച്ച് സെൻറ്റ് ആൽബർട്ട്സ് കോളേജിന് കൊടുത്ത്, കുറേ മെട്രോയ്ക്ക് കൊടുത്ത്, കുറേ മറ്റേന് കൊടുത്ത്, കുറേ ഷോപ്പിംഗ് കോംപ്ലക്സിന് കൊടുത്ത്. ഇതെല്ലാം കൊടുത്ത് ഇനിയൊരു 10-15 വർഷം അല്ലെങ്കിൽ 10 വർഷം കഴിയുമ്പോൾ അവിടെ വേണ്ടത്ര ഓക്സിജൻ്റെ സ്റ്റോക്ക് ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പക്ഷേ ഇൻ്റർനാഷണൽ സ്റ്റേഡിയം അതോറിറ്റി ഇതിൻ്റെ ലൈസൻസിന് ക്യാൻസൽ ചെയ്തേക്കാം. ലൈസൻസ് വരെയും ക്യാൻസൽ ചെയ്യാനുള്ള സാധ്യത കാണുന്നുണ്ട്. കാരണം ഇത്ര പേര് പങ്കെടുക്കും, ഇത്ര ഓപ്പൺ സ്പേസ് വേണം, ഇത്ര ക്യൂബിക് വെയർ വേണം എന്നൊക്കെ കണക്കുണ്ട്. അത് കുറവ് വരും, കാരണം സ്പേസ് വേണമല്ലോ. അല്ലാതെ സ്പേസ് പറഞ്ഞാൽ അങ്ങനെയൊക്കെ സാധ്യത, അതൊക്കെ ബുദ്ധിയുള്ളവരോ അല്ലെങ്കിൽ അതിൻ്റെ ബന്ധപ്പെട്ട അധികാരികൾ ശ്രദ്ധിക്കാൻ വേണ്ടി പറയാണ്. അതിപ്പോൾ നമ്മുടെ വിഷയമല്ല. പക്ഷേ എന്താണ് നമ്മുടെ പോലീസും നമ്മുടെ ഭരണകൂടത്തും നമ്മുടെ കോർപ്പറേഷൻ മതികളും GCDക്കൊക്കെ എന്താണ് കലൂർ സ്റ്റേഡിയത്തിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ? വഴിയിൽ വൃത്തിയില്ലാതെ ചപ്പ് ചവർന്നത്. ഇതൊക്കെ ഞങ്ങൾ ഒരിക്കൽ നിവേദനമായിട്ട് GCD ചെയർമാനും അവിടുത്തെ സെക്രട്ടറിയെ കൊടുത്ത് രേഖാപനം കൊടുത്ത് എഴുതി വാങ്ങിച്ചത്. അവിടെ ഒരു ജിമ്മുണ്ട്, ഓപ്പൺ സ്പേസാണ്, ഓപ്പൺ ജിം എന്ന് പറഞ്ഞത്. ഓപ്പൺ ജിമ്മാകുമ്പോൾ പിന്നെ ഭിത്തി പാടില്ല, ഓപ്പൺ തന്നെ ആയിരിക്കണം. പക്ഷേ ടോപ്പ് പാടില്ല എന്നുണ്ടോ? ഭിത്തി വേണ്ട, ഓക്കെ, പക്ഷെ ടോപ്പ് വേണ്ടി മഴക്കാലത്ത് 25 ലക്ഷം രൂപ വെറുതെ നാളെന്തോ ആനുകൂല്യം പറഞ്ഞ് കൊടുത്ത്. അങ്ങനെ എത്ര ലക്ഷം രൂപ നമ്മുടെ ഗവൺമെൻറ് ചിലവഴിക്കുന്നുണ്ട്. പക്ഷേ ആ ഓപ്പൺ ജിമ്മിന് ഒരു മേൽക്കൂര പണിയാണ്, ഡിസൈൻ വരെ ചെയ്ത് കൊടുത്തിട്ടുണ്ട്, ഇന്ന രീതിയിൽ ചെയ്യാമെന്ന്. അപ്പോൾ ഒരാൾ എന്നോട് ചോദിച്ചത്, അദ്ദേഹം ഉയർന്ന ഒരു രാഷ്ട്രീയക്കാരാണ്, ഓപ്പൺ ജിമ്മിന് പിന്നെ കവറിങ് ഒന്ന്. അപ്പം ഞാൻ സാറേ, ഓപ്പൺ ജിമ്മിന് കവറിങ് കുഴപ്പമില്ല, ഭിത്തി കെട്ടിലാണ് പറ്റാത്തത്. ഭിത്തി വേണ്ട, ഓപ്പൺ ജിമ്മിന് ഭിത്തി പാടില്ല, പക്ഷെ മുകളിൽ ടോപ്പ് ചെയ്യാമല്ലോ, മറ്റേ പോസ്റ്റ് ഇട്ട്. അതുപോലും ചെയ്തിട്ടില്ല. ഇതൊക്കെ ആരാണ്, എന്തിനാണ് ഇങ്ങനെ ഒരു പ്രസ്ഥാനങ്ങൾക്ക്? ഗ്രേറ്റർ കൊച്ചിൻ ഡെവലപ്മെൻറ്റ് അതോറിറ്റി എന്നാണ് GCD എന്ന് പറഞ്ഞത്. അത് തുടങ്ങിയ കൃഷ്ണകുമാറൊക്കെ ഉള്ള കാലത്ത് എന്തൊക്കെയോ പരമളിക പോലെ എന്തൊക്കെയോ ഉണ്ടാക്കി. അതിനുശേഷം എന്താണ് GCD ചെയ്തിട്ടുള്ളത്? ഇപ്പോൾ ഇരിക്കുന്ന ചെയർമാൻ്റെ വളരെ അടുത്ത സുഹൃത്താണ്, ആൾ ഒരു കുഴപ്പക്കാരനല്ല. പക്ഷെ അതുപോരാ, നിങ്ങളിൽ നിന്നൊക്കെ ജനങ്ങൾ കുറച്ച് കൂടുതൽ പ്രതീക്ഷിക്കുന്നുണ്ട്. നിങ്ങൾക്ക് ചെയ്തില്ല പിന്നെ ആരും ചെയ്യാനുള്ളത്? നിങ്ങൾ സാമാന്യ ബോധമുള്ളവർ, ബുദ്ധിയുള്ളവർ, ലോകപരിചയമൊക്കെയുള്ളതാണ്. ചന്ദ്രപിള്ള സഖാവിനെ കുറിച്ച് പറഞ്ഞു, ചന്ദ്രപിള്ള സഖാവത്തെ മോശക്കാരനോ? എത്രയോ അനുഭവമുള്ള ആളാണ്, എന്നെക്കാൾ എത്രയോ അനുഭവവും ശക്തിയും ബുദ്ധിയുള്ള ആളാണ്. പക്ഷെ എന്തെങ്കിലും ചെയ്തേ? ഇത് ചന്ദ്രൻപിള്ളയുടെ കാലത്ത് GCD ചെയ്താണ് ഒരു പ്രൊജക്റ്റ്. വേണ്ട, നമ്മുടെ ഉമ്മൻചാണ്ടി കാലത്ത് ഒരു മെട്രോ, അല്ലെങ്കിൽ വിഴിഞ്ഞത്തിൻ്റെ ആരംഭം, കരുണാകരൻ്റെ കാലത്ത് വിമാനത്താവളം, സ്റ്റേഡിയം. ഈ പിണറായിയുടെ കാലത്ത് എന്തെങ്കിലും ഒരു പറയപ്പെട്ടുണ്ടാകുന്നുണ്ടോ? അത് ഞാൻ പറഞ്ഞ മുല്ലപ്രിയ ഇഷ്യൂ ഒന്ന് ഇടപെട്ട് അത് പരിഹാരം കാണി. അത് നിങ്ങളുടെ കാലം കഴിഞ്ഞാലും കാലം കഴിയുന്നില്ലെന്ന് ഉറപ്പുണ്ടോ? ഇപ്പം ജയലളിത എന്നൊരു മാഡം തമിഴ്നാട്ടിലുണ്ടായിരുന്നു, വാസൽ DMK ദ്രാവിഡ മുന്നേറ്റ കഴകമാണ്, അത് ഒരു ബ്രാഹ്മണാണ് നേതൃത്വം കൊടുത്തത്. അത് തന്നെ തെറ്റാണത്, എന്ത് പോട്ടെ. എന്നിട്ട് അവർ മരിക്കുന്ന ഒരു പ്രതീക്ഷ അവർക്കുണ്ടായില്ല, അങ്ങനെ ചിന്തയുണ്ടായില്ല. അത് പോട്ടെ, ഒരു സ്ത്രീയാണ്. ഈ പിണറായി സഖാവ് നിങ്ങൾക്ക് ബോധ്യമുള്ളത് നിങ്ങൾ മരിക്കുമെന്ന്. ഞാനൊക്കെ മരിക്കും, നിങ്ങൾ മാത്രമല്ല. പക്ഷെ മരിച്ചു പോകുന്ന വിട്ട് എന്നെന്നും നിലനിൽക്കാതെ ഒരു കാര്യം ചെയ്തു വയ്ക്കാൻ നിങ്ങൾക്ക് സാധിക്കുന്നുണ്ടോ?
കേരളയിൽ കൊണ്ടുവന്നു. അവിടെ കരുണാകരൻ പിന്നെ തലസ്ഥാനം മാറ്റാൻ ശ്രമിച്ചല്ലേ, ഒരു ഭീഷണി അല്ലെങ്കിൽ ധിക്കാരം കാണിച്ച് ഞങ്ങൾ സമ്മതിച്ചില്ല. അപ്പം ധിക്കാരം ഇല്ല, കേരളയിൽ തുടങ്ങാൻ നിങ്ങളിപ്പോൾ സർവകക്ഷി യോഗം വിളിച്ചുകൂട്ടി ഇങ്ങനെ ഐഡിയ ഞങ്ങൾക്കുണ്ട്, നിങ്ങൾ അഭിപ്രായം പറയാം, വേണ്ടോ എന്ന് പറഞ്ഞ് ഒരു സമവായത്തിലെത്താതെ നിങ്ങൾ ധിക്കാരം അഹങ്കാരം കാണിച്ചാൽ ഇത്ര എതിർപ്പോകുന്നത്. എപ്പോഴും സമവായം വേണ്ടേ? കേരളയിൽ മോശമെന്ന അഭിപ്രായമൊന്നുമില്ല, അതൊക്കെ എന്തെങ്കിലും പോരായിട്ട് ചർച്ച ചെയ്ത് തീർക്കണം. ഇതാണ് അവസ്ഥ. നമ്മളിവിടെ 100 പേരുണ്ട്, ഇത്രയും ഭക്ഷണമുള്ളൂ, നമുക്ക് എല്ലാവർക്കും തൃപ്തിയായിട്ട് കഴിക്കാൻ ഉണ്ടാവില്ല. നമ്മൾ എന്താ ചെയ്യണ്ടേ? അപ്പോൾ എല്ലാവരും വിട്ടു ചെയ്ത് കുറച്ച് കഴിച്ച് സമാധാനമായിട്ട് തിരിച്ചു പോകും. അപ്പോൾ സമവായം എന്ന് പറയും. സമവായം പിണറായി സഖാവിന് സമവായം ഇല്ല. അദ്ദേഹം അവിടെ കൽപ്പിക്കും, അത് ചെയ്തോളണം. എൻ്റെ സഖാവേ, ഇതൊന്നുമല്ല രാഷ്ട്രീയ നേതാവിൻ്റെ പര്യായം. ഞാൻ വളരെ ബഹുമാനിച്ചിരുന്ന ഒരാളാണ്. വളരെ പണ്ടില്ലേ മാറാട് സംഭവത്തിൽ അത് മാറിക്കിടാന്ന് പറഞ്ഞ് കുഞ്ഞാലിക്കുടി തോറ്റെടുത്ത് നിങ്ങൾ വിജയിച്ച് നമ്മൾ സന്തോഷമുണ്ട്, അഭിമാനം കൊണ്ടാണ്. പക്ഷെ ഇപ്പോഴത്തെ പോക്ക് ശരിയല്ല. ആരും താങ്കൾ ഭയപ്പെടുന്നു. എന്തിനു ഭയപ്പെടും? 78-80 വയസ്സുള്ള നിങ്ങൾ ഇനി ആരെ ഭയപ്പെടാം? നിങ്ങൾ എന്ത് ചെയ്യാൻ പറ്റും? കൂടി വന്നാൽ കൊല്ലാൻ പറ്റും, അത് ചെയ്യാൻ പറ്റുമോ? ഇപ്പം ഞാൻ ഇനി എന്തിനു ഭയപ്പെടണം? 76 വയസ്സ് കഴിഞ്ഞ് ഞാൻ ഇനി എന്താ ഭയപ്പെടും? എൻ്റെ ജീവനും കളയാൻ പറ്റുമോ? അങ്ങോട്ട് പോട്ടെ എന്ന് ചോദിക്കണം. അങ്ങനെ ചെയ്യാം, അങ്ങനെയല്ല യുക്തിയായിട്ട് കാണിക്കണ്ടേ? അപ്പോൾ ഈ ഒരു സംഭവം മാത്രമല്ല, പല സംഭവങ്ങളും ഇന്ന് കേരള ഗവൺമെൻറ്റിൻ്റെ ഭരണ സമ്പ്രദായം ക്ലിയറില്ല. കേന്ദ്രത്തെ കുറ്റം പറയുമ്പോൾ അതുപോലെ തന്നെയാണ് ഇപ്പോൾ സ്റ്റേറ്റിൽ കാണിക്കുന്നത്. കാരണം ഇന്ധന വിലയെക്കുറിച്ച്, സാധനങ്ങൾക്ക് വില വർധനയെക്കുറിച്ചൊക്കെ വല്ലതും വേണ്ടുന്നുണ്ടോ? പ്രതിപക്ഷമില്ല, ഭരണപക്ഷമില്ല. അതിനകത്തല്ലേ എന്തെങ്കിലും സംഭവിച്ചിരുന്നെങ്കിലോ? ഇപ്പോൾ പി ടി തോമസ്, അദ്ദേഹം ആ മാഡത്തിൻ്റെ ഭർത്താവിൻ്റെ അടുത്ത സുഹൃത്താണ്, ഒരു കുഴപ്പക്കാരൻ രാഷ്ട്രീയക്കാരനല്ല. പക്ഷെ അദ്ദേഹത്തിൻ്റെ അന്ന കേസ്, ആലോചന കമ്മിയുടെ കേസായിട്ട് വന്ന് അദ്ദേഹത്തെ ഹരാസ് ചെയ്ത ആ ഒരു മാനസിക ടെൻഷൻ കൂടി അത് ഇത്രയും എഫക്റ്റ് ആയ അസുഖം. ഞാൻ പറഞ്ഞല്ലോ, ഞങ്ങൾ മനഃശാസ്ത്ര ഗ്രൂപ്പാണ്. ഞാൻ മനഃശാസ്ത്രം ഇല്ല, പക്ഷെ ഞങ്ങളുടെ ഗ്രൂപ്പ് മനഃശാസ്ത്ര ഗ്രൂപ്പാണ്. അവർ പറഞ്ഞ് ഉമ്മൻചാണ്ടി ഇത്രയും പെട്ടെന്ന് പോകാൻ കാരണം ആ സരിത കേസ് അദ്ദേഹത്തെ നാറ്റി. അത് PC ജോർജ് നാറ്റിൻ്റെ പേരിൽ വിൽ പവർ അല്ലെങ്കിൽ റെസിസ്റ്റൻസ് പവർ, പ്രതിരോധ ശേഷി കുറഞ്ഞതിൻ്റെ പേരാണ് ആ രോഗം അറ്റാക്ക് പെട്ടെന്നായത്, ഇത്ര പെട്ടെന്ന് പോയത്. അതുപോലെ പി ടി തോമസ്, ആ അന്നാലോമിന അല്ലെങ്കിൽ ഇപ്പോഴും ജയിക്കും മക്കളുണ്ടല്ലോ, ആ സാബു ജയിക്കുമൊക്കെ, അവരൊക്കെ എന്തോ ഒരു വലിയ കേസ് കൊടുക്കുകയെന്ന് ചെയ്തു. അങ്ങനെ അത് പുള്ളി മാനസികമായിട്ട് തകർന്നാണ്. ഒരിക്കൽ ഞാൻ കണ്ട് പത്രസമ്മേളനം നടത്തുമ്പോൾ സംസാരിക്കാൻ പറ്റാതിൽ വലിയ വിഷമിച്ച കാര്യം പറഞ്ഞു. അന്ന് ഞാൻ എൻ്റെ കൂട്ടുകാരോട് പറഞ്ഞു, ഇദ്ദേഹം സംഗതി വീക്കാണ് തോന്നുന്നു. അത് കഴിഞ്ഞ് 6 മാസം ഒന്നും ഇരുന്നില്ല. പക്ഷെ അത്ര പെട്ടെന്ന് പോകും, നമുക്ക് പ്രതീക്ഷയില്ല. അതുപോലെ ഒരു സ്ത്രീയാണ് ഉമ്മ തോമസ്. പിന്നെ ഒരു കാര്യമാണ് ഞാൻ പറയുന്നത് കേട്ട് ശരിയാണെങ്കിൽ, 4 നിലയുടെ മുകളിലേക്ക് ആദ്യം കയറി, അതിപ്പോൾ ചിലപ്പോൾ അതവിടെയല്ല, പിന്നെ VIP റേഞ്ചിലെ പോട്ട്, VIP പോയപ്പോൾ തിരിച്ചിറങ്ങണ്ടേ. അപ്പോൾ 4 നില മുകളിൽ കയറി, 4 നില താഴെ ഇറങ്ങി, പിന്നെ VIP-യുടെ ഇതിൽ പോയി. സാധാരണഗതിയിൽ ഞാനൊക്കെ ഒരു 4 നില വരെയുള്ള സ്ഥലത്ത് നമ്മൾ നടന്നാൽ കയറുള്ളൂ. പക്ഷെ എങ്കിലും അത് ഓടിപ്പോല്ല, ഒരു ഫ്ലോർ കഴിഞ്ഞ് അടുത്ത ഫ്ലോർ അത് നിന്ന് ഏതാണ്ട് ഒരു കുഴപ്പമില്ല. അങ്ങനെ 3 നില വലിയ പ്രയാസം കൂടെ കയറി പറ്റുന്ന ഒരാൾക്ക് ഹാർട്ട് സംബന്ധം വലിയ കുഴപ്പമില്ലെന്നാണ് ഡോക്ടേഴ്സ് പറഞ്ഞത്. അതൊക്കെ അറിയണം. ഞങ്ങൾ 3 നില 4 നിലക്ക് നടന്ന് തന്നെ കയറുന്നത്, അല്ല ഒരു എക്സസൈസ് വേണം. അപ്പോൾ അങ്ങനെയുള്ള ഉമ്മ മാഡത്തിന് ആരോഗ്യസ്ഥിതി അത്ര ക്ലിയറോ ജിമ്മി പോകുന്ന സ്ത്രീയൊന്നും അല്ലാതെ എൻ്റെ അറിവ്, സാധാരണ സ്ത്രീയാണ്. അവർ 4 നില ഈ ചുട്ടുവളർന്ന് വെയിലത്ത്, സത്യസമയമല്ലേ 7 മണി 8 എഴുതുന്നുണ്ട്, ആ സമയത്ത് 4 നില കയറി. സമയം പോയിട്ട് വേഗം കയറാണ്. കൂടെ വിളിക്കുന്നവർ ചാടിക്കയറും, അവർക്ക് ചാടിക്കയറാം. പക്ഷെ അവർ സ്ത്രീയല്ലേ, അവർക്ക് പ്രായമുള്ളവരോ. അങ്ങനെ കയറി അവിടെ ചെന്നപ്പോൾ ഇതെല്ലാം തോന്നുന്നു, വേഗം തിരിച്ചിറങ്ങണ്ടേ, ലിഫ്റ്റൊന്നും ഇല്ലല്ലോ, ലിഫ്റ്റ് ഇല്ലാണ്ട് എൻ്റെ അറിവ് കേട്ടോ. മറ്റേ അത് അപ്പോൾ ഇതെല്ലാം കൂടി ചെയ്യുമ്പോൾ ആ ഒരു കാലം തന്നെ തലകറക്കം വീഴാം, ഒക്കെ സംഭവിക്കാം. അക്കൂട്ടത്തിലാണ് ഇങ്ങനെ എഴുന്നേറ്റപ്പോൾ തലകറിയതായിരിക്കാം. എങ്ങനെയാലും സുരക്ഷിതം ഉണ്ടായില്ല എന്ന കാര്യത്തിൽ സംശയമില്ല. ഇതിനെക്കുറിച്ച് മാന്യമായ രീതിയിൽ അന്വേഷണം നടത്തി മാതൃകാപരമായ ശിക്ഷ കൊടുക്കണം. അല്ല പാവപ്പെട്ട 12 പണിക്കാരന് കൊടുത്തിട്ട് കാര്യമില്ല. എവിടെ എല്ലാം മറഞ്ഞു പോകും. ഇപ്പോഴത്തെ ആവേശം കഴിഞ്ഞാൽ അതൊക്കെ തീർന്നു പോകും. പിന്നെ വേറൊരു കാര്യം ഞാൻ സൂചിപ്പിക്കുന്നത്, അത് മറ്റൊന്നുമല്ല, നമ്മുടെ സിനിമ ഫീൽഡിൽ ആദ്യമായിട്ട് വന്നാണല്ലോ കുമാരൻ എന്ന സിനിമ പിടിച്ചത് ഡാനിയേൽ, അത് റോസി. 27 28ലാണ് 27 വരെ ഷൂട്ട് ചെയ്ത് 10 ദിവസത്തെ ഷൂട്ടിന് 50 രൂപയാണ് അത് പ്രതിഫലം, ദിവസം 5 രൂപ വെച്ച്. ആ സിനിമ പിടിച്ച് റിലീസ് ചെയ്തിട്ട് ക്യാപിറ്റൽ തിയേറ്റർ ട്രിവാൻഡ്രത്ത് ഒരു ഷോയെ നടന്നുള്ളൂ. അപ്പോഴും ബഹളം ഉണ്ടാക്കി, തിയേറ്റർ കട്ടന് കളഞ്ഞ് ഉണ്ടാക്കി. അത് കഴിഞ്ഞ്
അവിടുത്തെ അന്നത്തെ പിന്നെ ഈ നേതാക്കൾ അത് സവർണ അവർണ അങ്ങനെയല്ല, ഇവർ അവർണ സ്ത്രീയാണ്, ബുലയ സ്ത്രീയാണ്. ആ സവർണ തമ്പുരാക്കന്മാർ ഗുണ്ടകൾ വന്ന് അവരെ വീടൊക്കെ തെളിപ്പിച്ച് അവർ ആത്മരക്ഷ ഓടിപ്പോയ വഴിയിൽ ഒരു ലോറിക്ക് കൈ കാണിക്കൽ ലോറി വട്ടം കയറിയെന്ന് അത് കൊണ്ടുപോയി തമിഴായിരുന്നു അയാൾ കൊണ്ടുപോയി അയാൾ പിന്നെ അവസ്ഥ പരിചയപ്പെടുത്തി കല്യാണം കഴിച്ച് ഇതിപ്പോൾ 1987 മരിക്കുകയും ചെയ്തു. ആ സിനിമ കാണാൻ പോലും അവർക്ക് വരാൻ പറ്റിയില്ല. എന്താണ് നമ്മുടെ ഈ വലിയ ഹാർഷ ഭാരതം എന്ന് പറയുന്ന ആ ഹാർഷ ഭാരത സംസ്കാരം, കൾച്ചർ, ഇതൊക്കെയാണ് കൾച്ചർ. ഇതാണ് നമുക്ക് മാതൃകയായിട്ട് കണക്കാവുന്നത്. റോഡ് നടക്കാൻ പാടില്ല, വിദ്യ അഭ്യസിക്കാൻ പാടില്ല, തൊഴിൽ ചെയ്യാൻ പാടില്ല, ചെയ്താൽ തന്നെ കൂലി പാടില്ല എന്ന് പറയുന്ന ഒക്കെ ഒരു സംസ്കാരമാണ് നമ്മൾ ഈ ഹാർഷഭാര സംസ്കാരം. എന്താണ് കൃഷിമായി നിങ്ങൾ കുറ്റം പറഞ്ഞത്? ഹാർഷ സംസ്കാരം. ഇതൊന്നും കുറ്റപ്പെടുത്തി, ഇതൊക്കെ സത്യമല്ല. ഇത് വിഗതകുമാർ ഒരു സിനിമ പിടിച്ചിട്ട് ഒറ്റ ഷോ നടത്തുള്ളൂ. അവർ ദളിത് സ്ത്രീയാണ് അഭിനയിച്ചതിൻ്റെ പേരിൽ അവരവിടെ കാണാൻ പോലും വിളിച്ചില്ല. അത് ഉദ്ഘാടനം അറിയോ? മുള്ളൂർ ഗോവിന്ദൻപിള്ള 5000 രൂപ മുള്ളൂർ ഗോവിന്ദൻപിള്ള ഉണ്ടെങ്കിൽ ഏതാളെ കൊല്ലാന്നു ഇതുണ്ട്. എങ്ങനെ കൊന്ന്? ഒരു കൊലയാളി, അന്ന് തോക്കണ്ടല്ലോ, കൊലയാളി ഒരാൾ വെടിവെച്ച് കൊന്ന് ആ ഉണ്ട എടുത്തെടുത്ത് ഇയാൾക്ക് തലമുടി കുറച്ച് കൊല്ല. ഈ ഉണ്ട ഇയാൾ എന്ന് വെച്ചാൽ വേറൊരു അതിനേക്കാൾ വലിയൊരു ഉണ്ട ഇവിടെ മുടിയിൽ വെച്ചിരുന്നു, തലമുടിയിൽ കൊണ്ടേയിരിക്കും. എന്നിട്ട് ഈ വായിച്ച സമയത്ത് കോടതിയിൽ നിന്ന് അത് എടുത്തെടുത്ത് ഇയാൾ പല കൈ പിടിച്ചോട്ട് കുറഞ്ഞ് 2 തല കുറഞ്ഞ് ആ ഉണ്ട അവിടെ വെച്ചുകൊണ്ട് അവിടെ നിന്ന് ഉണ്ടെടുത്ത്. ശരി, നമുക്ക് ഇതൊന്ന് നോക്കാമെന്ന് നോക്കിയപ്പോൾ കൂടെ കിടക്കൂല. അപ്പോൾ ഈ കോയിൽ കിടക്കാതെ കൊണ്ടിട്ടാണ് എൻ്റെ കക്ഷി ഇദ്ദേഹത്തെ കൊന്നത്. അങ്ങനെ കേസ് തള്ളിപ്പോയി. അതാണ് അന്നൊരു ശൈലി. മുള്ളൂർ ഗോവിന്ദപിള്ളിയും 5000 രൂപ, അന്നത്തെ 5000 ചിലപ്പോൾ 10, 50, 60 വർഷം മുമ്പാണ്. അന്നത്തെ 5000 രൂപ ഇന്നൊരു 50 ലക്ഷമെങ്കിലും ഉണ്ടാവും എന്ന് പറഞ്ഞാൽ ആ മുള്ളൂർ ഗോവിന്ദപിള്ളിയാണ് ഇത് ഉദ്ഘാടനം ചെയ്തത്. അറിയാമല്ലോ. ഇതൊക്കെയാണ് നമ്മുടെ സംസ്കാരം. ഇങ്ങനെയാണ് നമ്മുടെ സംസ്കാരം. ഇങ്ങനെ ആയിരിക്കണം നമ്മുടെ സംസ്കാരം. ബുദ്ധിയുള്ള ചിന്തിക്കുക. നമ്മൾ ശ്രദ്ധിക്കുക, എല്ലാം ലോകം അറിയുന്നതാണ്. ഇതൊക്കെ എന്നാണ് ചിന്തിക്കുന്നത് രാഷ്ട്രീയ നേതാക്കൾ? അത് ആ സദസ്സിൽ നമ്മുടെ ഒരു മന്ത്രി ഉണ്ടായിരുന്നു. ആ മന്ത്രിയെക്കുറിച്ച് ആരോപണം, അഴിമതി എന്നാൽ പലതും കേൾക്കാണത്. അതൊക്കെയാണ് രാജ്യത്തെ നിയന്ത്രിക്കുന്നത്, നയിക്കുന്നത്. പിന്നെ എങ്ങനെ ഗുണം പിടിക്കാം? വേറെ മന്ത്രിയല്ലേ നമ്മുടെ ഷഡ്ഡി ചെറുതാക്കിയിട്ടത്? ഇതൊക്കെ കണ്ടല്ലേ പഠിക്കുന്നത്. അപ്പം ആദ്യമായിട്ട് നമ്മളിൽ നിന്ന് മാതൃകയിൽ ഗുണപാഠം പാടും. ഞാനൊരു PTA പ്രസിഡന്റ് അയക്കുമ്പോൾ ഒരു യോഗത്തിൽ വെച്ച് പറഞ്ഞു, സംസ്കാരം തുടങ്ങേണ്ടത് സ്കൂളിൽ നിന്നാണ് വീട്ടിൽ നിന്നാണെന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞു രണ്ടുമില്ല, സ്കൂളിൽ നിന്നല്ല വിദ്യാലയത്തിലല്ല, പിന്നീട് വ്യക്തിയിൽ നിന്ന് വേണം സംസ്കാരം ഉണ്ടാകാൻ. അത് പറഞ്ഞില്ലേ, ഒരു പുരുഷൻ നന്നായാൽ ഒരു വ്യക്തി നന്നായി, ഒരു സ്ത്രീ നന്നായാൽ ഒരു കുടുംബം നന്നായി എന്നാണ്. അതിലിപ്പോൾ ഒന്ന് മാറ്റം വന്ന് ഒരു സ്ത്രീ നന്നായാൽ ഒരു സമൂഹം നന്നാവുന്നായി. കുടുംബം മാത്രമല്ല, സമൂഹം നന്നാവും. അതാണ് സ്ത്രീകൾ ഉയരത്തിലേക്ക് കൊണ്ടുവരുന്നത്. പല മൻമോഹൻ സിംഗിൻ്റെ തൊഴിൽ വേദനയൊക്കെ ഉണ്ടായില്ല തൊഴിൽ. അപ്പോൾ എൻ്റെ പൊന്ന് സഖാക്കളെ, പൊന്ന് കോൺഗ്രസ്സുകാരെ, BJPക്കാരെ, ആരായാലും വേണ്ടില്ല, ആദ്യമായിട്ട് നിങ്ങൾ മനുഷ്യനാകൂ എന്ന് പറയുമ്പോഴായിട്ട് മൃഗസ്വഭാവം മാറ്റി മനുഷ്യ സ്വഭാവം കാണിക്കൂ. ആർക്ക് വേണ്ടി ഇതുണ്ടാക്കുന്നു? ഇതെല്ലാം കഴിഞ്ഞ് ഇട്ടെറിഞ്ഞ് പോകില്ലേ? ഇപ്പോൾ ഇസ്രായേലിലെ പ്രധാനമന്ത്രി ക്യാൻസർ സംബന്ധിച്ച് വലിയ ഓപ്പറേഷൻ ഇതേക്ക് കിടക്കുകയാണ്, ബോധമില്ലാത്ത അവസ്ഥയിലാണ്. എന്തെല്ലാം കോലാഹലം ഉണ്ടാക്കി, എന്ത് ചെയ്യാൻ പറ്റി? അവസാനം ഒരു സുപ്രഭാതം കൂടെ പോകണ്ടേ? ഈ കുഞ്ഞു മക്കളെയൊക്കെ കൊന്നപ്പോഴേ അതിന് ആര് സമാധാനം പറയും? ദൈവം ഉണ്ടെന്ന് പറയുന്നതിലും ദൈവം ഇല്ലെന്ന് പറഞ്ഞാലും, അല്ലെങ്കിൽ പ്രകൃതി ഉണ്ടെങ്കിലും പ്രകൃതിയാണ് ദൈവമെങ്കിലും എന്തെങ്കിലും ആവട്ടെ, ഒരു സാമൂഹ്യ നീതി വേണമല്ലോ, സോഷ്യൽ ജസ്റ്റിസ്. ആ ജസ്റ്റിസ് എന്താണ്? ലീവനായിരിക്കണം. നമ്മൾ ബോംബിൻ്റെ നടത്തി നിന്നുകൊണ്ട് യാതൊരു സൗകര്യമില്ല, സെറ്റപ്പില്ലാത്ത കുഞ്ഞു മക്കളെ വെടിവെച്ച് കൊല്ലുന്നത് എന്ത് നീതിയാണ്? ഞാനൊരു കാര്യം പറഞ്ഞ് നിർത്തിയേക്കാം. ഇപ്പോൾ നമ്മുടെ ഇസ്രായേൽ പ്രധാനമന്ത്രി, എൻ്റെ പൊന്ന് സാറേ, നിങ്ങൾ ആ പലസ്തീനിൽ കൊണ്ടുപോയിട്ട് കുഞ്ഞുങ്ങളെ കൊന്ന ആ